ശ്രീ ജോസ് തോമസ്, ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമാണ് ഈ വിവാദം എന്നൊക്കെ പറയുന്ന ഒരു ബിസിനസ് തന്ത്രം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ബിസിനസ് ട്രിക്ക് ആണോ ഇത്? മനുഷ്യൻ ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിലെ ചർച്ചയിൽ ഞാനാണ് ആദ്യം പറഞ്ഞു തോന്നുന്നു, ഇത് ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവർ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ആള് ഞാനാണ്. എന്നാൽ ഇന്നെനിക്ക് വിഭിന്നങ്ങളായ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ നമ്മുടെ മുരളി ഗോപി ഇതുവരെ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. എന്റെ ഒരു സുഹൃത്തായ ഞങ്ങളുടെ ഫെഫ്കയുടെ ഒരു പ്രതിനിധി അദ്ദേഹത്തെ വിളിച്ചു. മുരളിയെ വിളിച്ചപ്പോൾ മുരളി പറഞ്ഞതെന്നറിയാം, ഞാൻ എഴുതിയ തീവ്രത അത് സിനിമയാക്കിയപ്പോൾ വന്നില്ല എന്നാണ് എന്റെ വിശ്വാസം എന്നാണ് മുരളി പറഞ്ഞത്. അപ്പോൾ മുരളി അറിയാതെ എഴുതിയൊന്നുമല്ല, മുരളി ഗോപി അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് ഇവിടെ RSSകാര് പ്രശ്നം ഉണ്ടാക്കി, ഒരുപാട് ചർച്ചകളായി. എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് തിരിച്ചു വിളിക്കാതെ തന്നെ അതിന്റെ നിർമ്മാതാക്കളും വിതരണക്കാരും എല്ലാം ചേർന്ന് അത് കട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത്? അതിന്റെ പിന്നിൽ എന്തായാലും രാഷ്ട്രീയമുണ്ട്. കാരണം ഗോകുലം ഗോപാൽ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്, വലിയൊരു ബിസിനസ്മാനാണ്. ഒരു ED റെയ്ഡൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് തന്നെ ആന്റണിക്കും ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. ആ ഭയം കൊണ്ടാണ് ആന്റണിയും ഗോകുലം ഗോപാലനും പൃഥ്വിരാജിനെ വിളിച്ച് നിങ്ങളിത് ചെയ്ത് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ ഇന്ന് അറിഞ്ഞത്. കാരണം പൃഥ്വിരാജിനും അത് കട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിസിനസ് തന്ത്രത്തോടൊപ്പം ഈ ഒരു ഭയം കൂടി ആ കച്ചവടക്കാരുടെ, ആ ബിസിനസ്സുകാരുടെ ഉള്ളിൽ വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ 2 മിനിറ്റ് 7 സെക്കൻഡ് കട്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ കഥയിലെ എല്ലാ കാര്യങ്ങളും നീങ്ങിപ്പോകുന്നാണോ മഞ്ജുഷ് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ജനങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല, ഒരിക്കലും മാറില്ല. പ്രമേയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രമേയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ചില പേരുകൾ മ്യൂട്ട് ചെയ്ത് കാണും, അല്ലെങ്കിൽ പേരുകൾ മാറ്റി കാണും എന്നല്ലാതെ ആ പ്രമേയം അതുപോലെ തന്നെ ഉണ്ടാവും. എന്നാൽ ഇത് ഞങ്ങൾ കട്ട് ചെയ്തു, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവലാതി പരിഗണിച്ചോ ഞങ്ങൾ ഇത് കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. എവിടുന്ന്? ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി പ്രഷർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് നിന്നു കൊടുക്കേണ്ടി വരും ബിസിനസ്സുകാരാകുമ്പോൾ. എന്നാൽ മുരളി ഗോപിയെ പോലെ ഒരു തിരക്കഥാകൃത്തിന്, ഒരു കലാകാരനൊന്നും ഭയപ്പെടേണ്ടതില്ല. അദ്ദേഹം ഇവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടില്ല. മോഹൻലാലിന്റെയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ഷെയർ ചെയ്തു. മുരളി ഗോപി അതിന് ചെറുവിരൽ ഇറക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം കരുത്തനായ ഒരു റൈറ്ററാണ് മുരളി ഗോപി എന്ന് തന്നെയാണ്. ഞാൻ ഈ പറയുന്നത്, ഏത് രാഷ്ട്രീയക്കാർ മുറവിളി കൂട്ടിയാലും അവർ കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. 2 മിനിറ്റ് 7 സെക്കൻഡ് കട്ട് ചെയ്തുകൊണ്ട് അതിനകത്തുനിന്ന് എല്ലാം പോകുന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് RSSോ BJPക്കാരോ പറയുന്നു അവർ ഭയപ്പെട്ടു പോയി. അതിന്റെ സംവിധായകരും നിർമ്മാതാക്കളും ഭയപ്പെട്ടിരിക്കുന്നു, അവരതുകൊണ്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നവർ. എന്നാൽ അവർ ആനന്ദിക്കുന്ന മറ്റൊരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ഇവിടെ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം തുറന്നു കാട്ടാൻ കഴിഞ്ഞു, അത് ചർച്ചയാക്കാൻ കഴിഞ്ഞു എന്നതാണ് അവരുടെ ആനന്ദത്തിന് കാരണം. അതല്ലാതെ ഈ കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രമേയം നീങ്ങുമെന്നുള്ള വിശ്വാസമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഇവിടെ ഞാൻ പല ചർച്ചകളും കണ്ടു. പൃഥ്വിരാജ് സുഡാപ്പിയാണ്, അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമുള്ള ആളാണ്, അവരുടെ പണം മേടിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ എറണാകുളത്തെ ഫ്ലാറ്റ് ഏതോ ഒരു വലിയ ഭീകരനെ വാടകയ്ക്ക് കൊടുത്തിരുന്നൊക്കെ പറഞ്ഞ ചില വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാൻ പൃഥ്വിരാജിനെ അങ്ങനെ വിചാരിക്കുന്നില്ല. പൃഥ്വിരാജ് കരുത്തുള്ള, അല്ല ചങ്കൂറ്റമുള്ള ഒരു നടനാണ്, ഒരു സംവിധായകനാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ നോക്കിയാൽ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ആ കരുത്ത്, അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്കുള്ള അയാളുടെ കഴിവ്. ആ കഴിവ് ഉപയോഗിച്ച് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് അയാള് ചെയ്യുന്നു. ഇത് മോഹൻലാലിനോ ആന്റണി പെരുമ്പാവൂരിനോ അറിയാതെയാണോ ഈ സിനിമ ചിത്രീകരിച്ചത്? അവർ ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ലെന്നാണ് ഇവിടെ പലരും പല സ്ഥലത്തും പറയുന്നു. മോഹൻലാലിനോട് പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ല ചെയ്തിരിക്കുന്നത്, മണ്ടത്തരമല്ലേ പറയുന്നത്. അതുപോലെ തന്നെ മുരളി ഗോപി എഴുതിയ സ്ക്രിപ്റ്റ് അല്ല, അതിൽ തിരുത്തൽ വരുത്തി എന്നും തുടക്കത്തിൽ കുറെ ആക്ഷേപമുണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇതിനേക്കാൾ തീവ്രമായിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. സംഘപരിവാർ വിരുദ്ധത അവിടെ കടന്നു വന്നിരുന്നു, അല്ലേ? മുരളി ഗോപി പറഞ്ഞത് തിരുത്തിയെന്നല്ല, ഞാൻ ഉദ്ദേശിച്ച തീവ്രത വന്നില്ലെന്നാണ്. അപ്പോ എങ്ങനെയാണ് നമ്മൾ പൃഥ്വിരാജിനെ കുറ്റം പറയുക? ആ തീവ്രത അതേപടി ചിത്രീകരിക്കുന്നത് അയാൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അത്രയും തീവ്രത കലർത്തിയാൽ അത് ചിലപ്പോൾ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുമെന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കില്ലേ അദ്ദേഹത്തിന് ഈ തീവ്രവാദ ബന്ധം, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ ഇങ്ങനെ പരിഹസിക്കുന്നതോ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നത്? അത് ഈ സമൂഹത്തിൽ അത് പാടില്ല. അദ്ദേഹം സിനിമയെ മാത്രം
എന്താണ് മനസ്സിലേക്ക് നടക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അണിയറ പ്രവർത്തകർ നൽകുന്ന ഓരോ വിശദീകരണത്തിലും പൃഥ്വിരാജ് തന്റെ നിലപാട് വ്യക്തമാക്കാത്തിടത്തോളം കാലം പൃഥ്വിരാജിനെ തന്നെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. കാരണം ഈ കാര്യങ്ങൾ ഇപ്പോൾ മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാടായിരുന്നു അത്. അതല്ലാതെ ഒരു പൃഥ്വിരാജ് അതിന് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ഇല്ല. അണിയറ പ്രവർത്തകർ എന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇന്ന് ആന്റണി പെരുമ്പാവൂർ പറയുമ്പോഴും കൂട്ടായി എടുത്ത തീരുമാനം എന്നേ പറയുന്നുള്ളൂ. അവിടെയും പൃഥ്വിരാജിന്റെ കാര്യം അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. മറ്റൊരു കാര്യം, മല്ലിക സുകുമാരൻ വിശദീകരണം നൽകിയപ്പോഴും അവർ പറയുന്നത് പൃഥ്വിരാജിന് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെ തിരുത്തൽ വരുത്താൻ എന്ന രീതിയിലല്ലേ? അതെ മഞ്ജുഷ, ഞാൻ പറയുന്നത് പൃഥ്വിരാജ് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണ ബോധ്യത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹം ഭീകരവാദിയായോണ്ടോ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടോ അല്ലല്ലോ. ആ ഒരു കൊമേഴ്സ്യൽ സിനിമ എന്ന ആ ഒരു ആസ്പെക്റ്റിലാണ് പൃഥ്വിരാജ് ഇത് കണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുകയാണ് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയും. അതല്ലാതെ ഇവിടെ RSSനെ മനഃപൂർവ്വം അവഹേളിച്ച് കളയാം എന്നൊരു ധാരണ പൃഥ്വിരാജന് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനേ കഴിയില്ല. ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോ ആന്റണി പെരുമ്പാവൂരിനും ഗോകുലം ഗോപാലനും അത് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ RSSനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, ഭയം കൊണ്ട് തന്നെയാണ്. ശരി.